രാത്രി കനത്ത മഴയിൽ കുതിർന്നു നിൽക്കുകയായിരുന്നു. Oh, honey, what's wrong? മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ വയറുവേദന കൊണ്ട് പുളയുന്ന മകളെ നോക്കി നിൽക്കുമ്പോൾ ജോണിന്റെ നെഞ്ചു പിടഞ്ഞു. അയാൾക്കൊട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഒരു കോട്ടും തോളിലിട്ട് മഞ്ഞു വീണ തെരുവിലേക്ക് മരുന്നിനായി അയാൾ ഓടിയിറങ്ങി. വാതിൽ ചാരിയ ആ ശബ്ദം പിന്നെ 20 വർഷം ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടില്ല. കാലം ആ വീട്ടിന്റെ ചുവരുകളിൽ പുതിയ കഥകൾ എഴുതി. ആ പെൺകുട്ടി വളർന്നു, വിവാഹിതയായി, അവൾക്കൊരു കുഞ്ഞുണ്ടായി. പഴയ ട്രാം വണ്ടികൾ ഓടിയിരുന്ന ആ തെരുവിലേക്ക് നോക്കി ഓരോ വൈകുന്നേരവും അവൾ കാത്തിരുന്നു, മടങ്ങി വരാത്ത ആ അച്ഛനായി. ചരിത്രം ആവർത്തിക്കുകയായിരുന്നു. അവളുടെ കുഞ്ഞ് അർദ്ധരാത്രിയിൽ വേദന കൊണ്ട് കരഞ്ഞു വിളിച്ചു. പരിഭ്രമിച്ചുപോയ മരുമകൻ പുറത്തേക്ക് പോകാനായി ജാക്കറ്റ് കയ്യിലെടുത്തതേയുള്ളൂ. പെട്ടെന്ന് കാറ്റിലെന്ന പോലെ മുൻവാതിൽ തുറന്നു. മുറ്റത്തെ മഞ്ഞിനേക്കാൾ വെളുത്ത മുടിയുള്ള ഒരു വൃദ്ധൻ അവിടെ നിൽക്കുന്നു. മഴയിൽ കുതിർന്ന് അസ്ഥികളോളം തണുത്തുവിറച്ച് അയാൾ അകത്തേക്ക് നടന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ അയാൾ കുഞ്ഞിന്റെ അരികിലെത്തി. മരുള്ളി കുഞ്ഞിന്റെ ചുണ്ടിൽ തൊടുവിച്ചു. മിനിറ്റുകൾക്കകം കുഞ്ഞിന്റെ വിലാപം നിലച്ചു. ശ്വാസം ശാന്തമായി. ജനാലയ്ക്ക് പുറത്തെ നിശബ്ദതയിലേക്ക് വിരൽ ചൂണ്ടി തളർന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, ട്രാം വരാൻ വൈകിപ്പോയി മോളെ. അതാ ഇത്ര താമസിച്ചത്. മുഖത്ത് വർഷങ്ങളുടെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ആ കണ്ണുകളിൽ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കിയ സമാധാനമായിരുന്നു. അയാൾ പതുക്കെ ആ പഴയ ചാരുകസേരയിലേക്ക് ഇരുന്നു. 20 വർഷത്തെ നീണ്ട യാത്രക്കൊടുവിൽ അയാൾ വീട്ടിലെത്തിയിരിക്കുന്നു.